നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നിധിയുടെ ബർത്ത്ഡേ ആഘോഷം രാത്രി നടക്കുവാണ്. ആ സുധീഷൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് നിധി സുധീഷിനും സുഭാഷിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഭാസ്കറിന്റെ വരവ്. ഭാസ്കരൻ വന്നിട്ട് ഇങ്ങനെയെല്ലാം നോക്കുവാണ്. എല്ലാം നോക്കി അങ്ങനെ ഒരു ബർത്ത്ഡേ വിഷസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി എന്ത് ചെയ്തു, ഒരു പീസ് കേക്ക് ഭാസ്കരൻ നേരെ നീട്ടുവാണ്. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, എൻ്റെ മോളെ ഞാനിന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഭാസ്കരൻ അങ്ങോട്ടേക്ക് പോയി. പകുതി ഉറക്കപ്പിച്ചായിരുന്നു. അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങ് നടന്നു വരുമ്പോഴാണ് അപ്പൊ രണ്ടാമതൊരു കേക്ക് നിധിക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് സുധീഷ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്കേലെ ഭാസ്കരനെ അറിയാതെ കയറി ചവിട്ടി. ഭാസ്കരൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. പിന്നെ കട്ട് ചെയ്യാനായിട്ട് നിധിക്ക് വേറൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് തൻ്റെ ഹൃദയമാണെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അത് മാറ്റി വെച്ചാ എന്ത് ചെയ്യാനാന്ന് പറ. ഒടുവില് അത്തലേക്ക് കയറി ഒരു ചവിട്ട്. ഭാസ്കരൻ ഒരു നിമിഷം അന്തം വിട്ടുപോയി. ഞാനിത് എന്തിലോ കയറി ചവിട്ടിയേ എന്ന് പറയുമ്പോഴത്തേനും സുധീഷും സുഭാഷും ഒക്കെ നോക്കി. കേക്കിന്റെ പകുതി ഭാസ്കരന്റെ കാലേല്. സുധീഷിന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ റിലേ പോയി. സുധീഷ് പാഞ്ഞു വന്നിട്ട്, എന്താ നിങ്ങളിത് എന്ത് പരിപാടിയെ കാണിച്ചേ? എന്റെ കേക്ക്. അപ്പം നിധിക്ക് വേണ്ടി മാത്രം ഒരു ചെറിയ കേക്കായിരുന്നു അത്. അത്തല ഹാർട്ടൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് ചിരി വന്നു നികേഷിനും ഹരീഷിനും ഒക്കെ. ഹൃദയമാണ് തകർന്നു പോയിരിക്കുന്നത് സുധീഷിന്റെ. അപ്പോഴേക്കും സുധീഷ് ദേഷ്യത്തോടെ ഭാസ്കരനോട് ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ സുഭാഷോട് ഞെരാ പോട്ടടാ, നല്ലൊരു ദിവസമായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, നിധിയുടെ ബർത്ത്ഡേ അല്ലേ എന്ന്. അപ്പോഴേക്കും നിധി ചോദിച്ചു, അതെന്താ വേറൊരു കേക്ക്? അത് നിധിക്ക് വേണ്ടി മാത്രം സുധീഷ് വാങ്ങിയ കേക്കായിരുന്നു പറഞ്ഞു. അതിനെന്താ, സാരമില്ല പോട്ടെ, ഞാനൊരു കേക്ക് കട്ട് ചെയ്തല്ലോ, ഇനിയിപ്പോൾ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. എന്നാലും സുധീഷിന്റെ നെഞ്ചാ തകർന്നു പോയത്. പിന്നെ നിധി നിൽക്കുന്നതുകൊണ്ട് ഭാസ്കരനോട് കൂടുതൽ ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഭാസ്കരനെ കേക്കൊക്കെ നിധി കൊടുത്തു. ഭാസ്കരൻ അതും കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഭാസ്കരനെ ഇടിച്ച് പരുവാക്കാനുള്ള ദേഷ്യമാണ് സുധീഷിന് തോന്നിയത്. അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യസമയത്ത് തന്നെ എഴുന്നേറ്റ് വന്ന് എല്ലാം കുളവാക്കി. അല്ലായിരുന്നെങ്കിലോ ആ കേക്ക് കൊടുത്ത് കഴിയുമ്പോൾ നിധിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഒടുവില് കേക്ക് കേട്ടതെല്ലാം കഴിഞ്ഞ് സുധീഷ് അങ്ങോട്ട് പോകണം. സുധീഷിന് സങ്കടം സഹിക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചു. സാരമില്ലടാ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പുറത്തുനിന്ന് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാസ്കരനോടെ കിടക്കുന്നുണ്ടായിരുന്നു. സുധീഷിന്റെ ഫോൺ വിളിയുടെ ശബ്ദം കെട്ടിച്ചും ഭാസ്കരൻ പറഞ്ഞു, എടാ ഒന്ന് പതുക്കെ പറ, മനുഷ്യൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന കാണത്തില്ലേ? അതെ, ഇത്തിരി സൗണ്ടൊക്കെ കേട്ടാലും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എടാ മര്യാദയ്ക്ക് ഇച്ചിരി നമ്മൾ മാറിപ്പോന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും നികേഷും ഹരീഷും ഒക്കെ ചിരിക്കുകയാണ്. സുധീഷ് പറഞ്ഞു, ദേ അച്ഛാ, അച്ഛന് വേണമെങ്കിൽ എഴുന്നേറ്റ് പോ, അല്ല എനിക്ക് ഇവിടെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത്തിരി കഴിഞ്ഞ് സുധീഷ് ഇങ്ങനെ നോക്കും. ഭാസ്കരനോട് കിടക്കുന്നുണ്ട്. ഭാസ്കരന്റെ കാലയിൽ തൻ്റെ ഹേർട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇന്നലെ നിധിക്ക് വേണ്ടിയിട്ട് താൻ വാങ്ങിയ കേക്കിന്റെ ഹേർട്ട് കാലിലിരിക്കും. അത് കണ്ടപ്പം സുധീഷിന് സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റിയില്ല. സുധീഷ് ഹരീഷിനെ നികേഷിനെ ഒക്കെ വിളിച്ചു. എന്നിട്ട് അവർ വന്ന് നോക്കി. അവർക്ക് ചിരി അടക്കാൻ പറ്റില്ല. അവർ പൊട്ടിച്ചിരിക്കുകയാണ്. സുധീഷ് പറഞ്ഞു, നീയൊക്കെ ചിരിക്കടാ, എൻ്റെ കാര്യം നിനക്കൊക്കെ ചിരിക്കാലോ. അപ്പോഴേക്കും ഭാസ്കരൻ എന്താ നീയൊക്കെ ചിരിക്കുന്നേ? നികേഷ് പറഞ്ഞു, അച്ഛൻ്റെ കാലയിലെ സുധീഷ് എൻ്റെ ഹൃദയം ഒട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കാലയിൽ ഇവൻ്റെ ഹൃദയം, നിനക്കൊക്കെ എന്താണ് തലയ്ക്ക് ഭ്രാന്തായോ? സുധീഷ് പറഞ്ഞു, ഞാൻ ഇന്നലെ മേടിച്ച കേക്ക് അച്ഛനത് ചവിട്ടി അടച്ചില്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഓടിപ്പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് ആ കാലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഭാസ്കരൻ ചോദിച്ചു, നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് തലയ്ക്ക് ഭ്രാന്താ. ഇന്നലെ എൻ്റെ നല്ലൊരു ദിവസം നിങ്ങളായിട്ട് തകർത്ത് കളഞ്ഞു. അല്ലെങ്കിലും എവിടെ എന്ത് പരിപാടി വെച്ചാലും എപ്പോഴും കുളവാക്കാനായിട്ട് മുൻപന്തി തന്നെ വന്ന് നിൽക്കുമല്ലോ. എത്ര പറഞ്ഞാലും തലയിലേക്കും കയറത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിറുപിറുക്കുവാണ്. പിന്നെ കൂടുതലൊന്നും ഭാസ്കരൻ പറയാൻ പോയില്ല. ഭാസ്കരന് മനസ്സിലായി. കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിധി ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുധീഷയും നിധിയെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, ഇന്നലത്തെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, നിനക്കൊരു വാക്ക് പറയായിരുന്നു, നീ ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇവൾക്ക് ഒരു ഡ്രസ്സ്, ഒരു ചുരിദാറെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നല്ലോ. അത് കേട്ടപ്പോൾ സുധീഷ് മനസ്സിൽ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്, എന്നെ കടത്തി വിട്ടു എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് സുധീഷ് വേറൊരു കാര്യമാണ് പറഞ്ഞേ. അതെ, ഞാൻ നിധിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. നിധിക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, അത് വാങ്ങിക്കുമോ എന്നറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തു തരാത്തേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതിനെന്താ, എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സുധീഷിനൊന്ന് തുള്ളിച്ചാടണം തോന്നി. നികേഷ് ഹരീഷും ഒക്കെ നോക്കണം. അങ്ങനെ സുധീഷ് ആന്നൊക്കെ വെച്ചിട്ട് മുറിയിലേക്ക് ഓടി കയറിപ്പോയി. അങ്ങനെ ആ കവർ എടുത്തോണ്ട് വന്ന് നിധിക്ക് കൊടുക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ നോക്കാൻ പറഞ്ഞു. നിധി അത് വാങ്ങി നോക്കി. നല്ലൊരു സാരിയായിരുന്നു വാങ്ങിച്ചോണ്ട് കൊടുത്തേ.
എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിധി അതുമായിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. നിധി അത് വാങ്ങിച്ചോണ്ട് പോയി. ഇത്ര സന്തോഷം നിധിക്ക് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നികേഷിനോടൊക്കെ പറഞ്ഞു, നോക്കടാ നോക്ക്, കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിന്ന് കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. സുഭാഷ് ചോദിച്ചു, നീ എന്തിനാടാ ഡാൻസ് കളിക്കുന്നേ? പിന്നെ ഡാൻസ് കളിക്കാതെ എന്ത് ചെയ്യും? എനിക്ക് സന്തോഷം വന്നാൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എൻ്റെ സുഭാഷ് ചേട്ടാ. നിധി എന്നാലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നിധി ആ സാരിയൊക്കെ കൊടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ കാഴ്ച കണ്ടപ്പോൾ ഒരു അന്താളിപ്പോട് കൂടി സുധീഷ് ഒന്ന് നോക്കി. അടിമുടി നിധിയെ നോക്കണം. എന്ത് ഭംഗിയാണ് അവളെ കാണാനായിട്ട്. സാരിയും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുകൂടെ ഭംഗിയായിട്ടുണ്ട്. സുധീഷിനോട് വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. സുധീഷ് അന്താളിപ്പോടെ നോക്കുക. എന്താ സുധീഷേ എന്തും മിണ്ടാത്തേനാ? അല്ല എന്നോട് തന്നെയാണോ ചോദിച്ചേ? പിന്നല്ലാതെ. സുധീഷിനോട് തന്നെ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. സുധീഷിന് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. സുധീഷ് പറഞ്ഞു, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. സുഭാഷും നികേഷും എല്ലാം അങ്ങനെ തന്നെ പറഞ്ഞേ. സുഭാഷ് പറഞ്ഞു, ഇന്ന് പിറന്നാളല്ലേ, ഒരു കാര്യം ചെയ്യാം, ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴേക്കും നികേഷിനോട് ചോദിച്ചു, എടാ ഒരു കാര്യം ചെയ്താലോ, എൻ്റെ കൂടെ നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു നിധി. അപ്പോഴേക്കും നികേഷ് സുധീഷിനെ നോക്കി. സുധീഷ് പറഞ്ഞു, അതിൻ്റെ അവനെ വിളിക്കണം, ഞാൻ വരാലോ എന്ന് പറഞ്ഞു. പോരെ, നികേഷോട് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. സുധീഷ് ദേഷ്യം വന്നു. സ്വർഗത്തിലെ കട്ടറും പാവാനായിട്ട് അവനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നേ. അങ്ങനെ ആ സാരി കൊടുത്തോണ്ടാണ് നിധി പാവാനിട്ട് ഒരുങ്ങുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പം സുധീഷിന് ഒന്നുകൂടെ സന്തോഷമായി. അങ്ങനെ പോകുന്ന സമയത്ത് നികേഷ് പതുക്കെ നിധിയോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഞാൻ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. കാരണം നിധിക്കും സുധീഷിനും സംസാരിക്കാനായിട്ട് അല്പം സമയം കൊടുത്താണ് നികേഷ്. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അവർ രണ്ടും കൂടെ ക്ഷേത്രത്തിലേക്ക് ചെന്നു. ക്ഷേത്രത്തിൽ ചെന്ന് മനം ഒരുക്കി സുധീഷ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവാനെ എൻ്റെ പ്രാർത്ഥന നീ കേട്ടെന്ന് തോന്നേ, എങ്ങനെയെങ്കിലും ആ ഡിവോഴ്സും കൂടെ ഒന്ന് മാറ്റിത്തരണം. ഡിവോഴ്സ് വേണ്ട, എനിക്ക് ഇവളുമായിട്ട് ജീവിക്കണം. അങ്ങനെയൊക്കെയായിരുന്നു മനസ്സറിയുള്ള ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ഞാൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ഇവൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ നികേഷ് അങ്ങോട്ട് വന്നു. നികേഷ് വന്ന് നിധിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് നികേഷ് പറഞ്ഞു, ഞാനൊന്ന് ഫോൺ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് ഇങ്ങനെ ആലോചിച്ചു, ഇവളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് എന്താ ഒരു വഴി, ഇന്ന് ഇവളെ ബർത്ത്ഡേയും കൂടെ ആണല്ലോ. പെട്ടെന്ന് നികേഷിനോട് പറഞ്ഞു, നിങ്ങളിവിടെ സംസാരിച്ചിരിക്കും, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധിയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും അവിടെ ശയനപ്രദക്ഷിണം നടത്തുവാണ് സുധീഷ്. ശയനപ്രദക്ഷിണോ, ഇതെന്തിനാ? പെട്ടെന്ന് നിധിയും നികേഷും അങ്ങോട്ട് ചെന്നു. നികേഷ് ചോദിച്ചു, ഇതെന്താ സുധീഷ് ഏട്ടാ? അത് പിന്നെ നിധിയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പം നിധിക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന്. അതുമാത്രമല്ല നിധിയുടെ മനസ്സിൽ ആഗ്രഹമല്ലേ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് നടക്കണമെന്നും അവരുമായിട്ട് നല്ല സ്വരച്ചർച്ചയും മുന്നോട്ട് പോകണമെന്നും. അപ്പം അതിൻ്റെയൊക്കെ വേണ്ടിയിട്ട് നിധിയുടെ സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശയനപ്രദക്ഷിണം നടത്തുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നികേഷ് നിധിയെ ഒന്ന് നോക്കി. നിധിയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നികേഷിൻ്റെ മനസ്സിലായി ഇതൊക്കെ സുധീഷിൻ്റെ ഓരോ ഊടായ്പാന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ സുധീഷ് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഞാൻ ശയനപ്രദക്ഷിണം നടത്തുമ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. നികേഷ് പറഞ്ഞു, അതിനെന്താ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നിധി ആ സമയത്ത് ഫോണിലേക്ക് നോക്കുന്നുണ്ടു. പെട്ടെന്നൊരു കോള് വിളിക്കുകയാണ്. ആ സമയം സുധീഷിന് സഹിച്ചില്ല. സുധീഷ് പറഞ്ഞു, ഇതെന്താ നിധി, ഞാൻ ശയനപ്രദർശനം നടത്തിയിട്ട് നിധി ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഓഫീസിൽ നിന്ന് ഒരു അർജൻറ്റ് കോൾ വന്നിട്ടാ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. സുധീഷിന് എന്ത് ചെയ്യണമെന്നറിയില്ല. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ശയനപ്രദർശനം നടത്താൻ ഇറങ്ങിയതാണ്. നിധി തന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ശയനപ്രദർശനം നടത്തുന്ന സമയത്ത് ഉരുട്ടി വിടുമെന്നുള്ളത്. നിധി നികേഷിനോട് പറഞ്ഞു, നികേഷ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു സുധീഷിനെ. സുധീഷിനാണ് സങ്കടവും ദേഷ്യവും വന്നു. അവളെ എങ്ങനെയായിരുന്നു ഇമ്പ്രസ് ചെയ്യിച്ച് തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നതോളും അവളാണെങ്കിൽ വഴുതി മാറിക്കൊണ്ടിരിക്കുക. എന്നാ ചെയ്യണ്ടേ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നിധി ഫോൺ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഇച്ചിരി നേരം സംസാരിച്ചതിന് ശേഷം നികേഷിനോട് പറഞ്ഞു, ഇനി ഞാൻ ഇച്ചിരി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു സുധീഷിന് ഭയങ്കര സന്തോഷമായി. എന്നാലും താൻ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.